എല്ലാം ഇന്നലെ പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരണമെല്ലാം സമാനമായ പ്രതികരണങ്ങളാണ്. അതിനപ്പുറത്ത് പുതുതായിട്ട് ഇന്ന് രാവിലെയോ ഇന്നലെ രാത്രിയോ പുതിയതൊന്നും സംഭവിച്ചിട്ടില്ല. ഏതിൻ്റെ പേരിൽ ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഒരു ഗൂഢാലോചന നടത്തിയില്ലെങ്കിലും ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. പക്ഷേ അത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് ഇപ്പം ഇവിടെ ഏഷ്യാനെറ്റിൽ രാത്രി 12 മണിക്ക് വന്നപ്പോൾ പറഞ്ഞ് ഇത് പെട്ടെന്ന് നടന്നതിൻ്റെ പിന്നിൽ ഇതിൻ്റെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ഗൂഢാലോചന നടത്തിയെന്നാണ്. ഈ ഒരു സംഭവത്തെ തെരഞ്ഞെടുപ്പിനെ മുമ്പിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഗൂഢാലോചന നടത്തിയെന്ന് സംശയിക്കുന്നു എന്നാണ് എല്ലാ ക്ലിപ്പിങ്സും ചോദിച്ചത്. ഞാൻ രാവിലെ പത്രക്കാർ ഇന്നലെ കണ്ടപ്പോൾ പറഞ്ഞു ഞാൻ ആരോപണം ഉന്നയിക്കുകയല്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞതിന് ശേഷം ഇതായിപ്പം ഗൂഢാലോചന എന്നെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ഒരു ശ്രമത്തിൽ മാധ്യമങ്ങൾ ദയവായി പങ്കെടുക്കരുത്. അതായത് മിനിസ്റ്റർ പറയുന്നത് കുട്ടി മരിച്ച സംഭവത്തെ UDF രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിച്ചു എന്നാണ്. അത് അത്ര പെട്ടെന്ന് നടന്നല്ലോ ഞാനൊന്നും പറഞ്ഞില്ല. അത്ര പെട്ടെന്ന് മലപ്പുറത്ത് വരെ പരിപാടി നടന്നതിന് നിലമ്പൂരിൽ പരിപാടി നടക്കും മുമ്പേ പ്രതിഷേധം നടക്കും മുമ്പേ മലപ്പുറത്ത് പ്രതിഷേധം നടക്കുമ്പോൾ അവർ എന്ന് പറഞ്ഞാൽ കിട്ടിയ അവസരം മുതലാക്കാനുള്ള എല്ലാ ഏർപ്പാടും അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് ശരിയായില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചവരെല്ലാം തന്നെ ഇത്തരമൊരു രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്ന് അവരും പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ കുട്ടി മരിച്ചതിൽ ഈ കുട്ടി അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എന്തിനാണ് പറഞ്ഞത്, മനഃപൂർവ്വമല്ലാത്ത കൊലപാതകത്തിന് കേസ് എടുത്തിട്ടുണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പം പിന്നെ എങ്ങനെ അതിലെങ്ങനെ ഒരു ഗൂഢാലോചന? ഇല്ലില്ല അല്ല നിങ്ങളെ ക്ലിപ്പിംഗ് എടുത്ത് വെക്കുക. ഇന്നലെ രാത്രി ഞാൻ രാത്രി അവസരം വിനിയോഗിക്കാൻ ഉപയോഗിച്ചു എന്ന് ആക്ഷേപമുണ്ട് എന്നാണ്. എന്ന് നിങ്ങൾ ഏതോ ചാനൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. ചാനലിൽ കണ്ടിട്ടാണല്ലോ പറഞ്ഞത്. നിങ്ങളേതോ ഒരു ചാനലിൽ പ്രദേശവാസികൾ ഇത് നേരത്തെ അവിടെ ഫെൻസിങ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ കൊടുത്തല്ലോ. അത് ഞാൻ റിപ്പീറ്റ് ചെയ്തതല്ലേ. അതിനെങ്ങനെ ഞാൻ ഈ മരണത്തിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ലല്ല നിങ്ങളെ രാത്രി 12 മണിക്ക് എടുത്ത് ക്ലിപ്പിംഗ് ഇല്ല. അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. അത് ട്വിസ്റ്റ് ചെയ്തതാണ്. ഇത്തരമൊരു മരണം രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചല്ലോ. അല്ലെങ്കിൽ എങ്ങനെയാ ഇത് സർക്കാർ സ്പോൺസേഡ് മർഡറാണെന്ന് പറയുന്നതിൻ്റെ പിന്നിൽ എന്താണ്? അതെങ്ങനെയാ, ആ വിവരം എങ്ങനെയാണ് ഈ പറഞ്ഞവർക്ക് കിട്ടിയത്? അരമണിക്കൂറിന് മുമ്പ് 8-ക്കോ 9 മണിക്കോ സംഭവം ഉണ്ടായിട്ട് അരമണിക്കൂറിനകം അവരെന്താ പറഞ്ഞത്? ഇത് ഗവൺമെന്റ് സ്പോൺസേഡ് മർഡറാന്ന് പറഞ്ഞാൽ സർക്കാർ ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരാളെ കൊല്ലാൻ. അങ്ങനെ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും ഉത്കണ്ഠയില്ലല്ലോ. ശരി, ഒരു കാര്യം, പഞ്ചായത്തിന് കാട്ടുപന്നികളെ പിടികൂടുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ? നാട്ടിലേക്ക് ഇറങ്ങുന്ന പന്നികളെ അല്ല, നമ്മൾ വളരെ കാലമായി കർഷകർ ഉന്നയിച്ച ഒരു ആവശ്യമായിരുന്നു വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം പഞ്ചായത്തുകൾക്ക് നൽകണമെന്ന്. അത് വനസൗഹൃദ സദസ്സുകൾ നടത്തിയപ്പോൾ ഉയർന്നു വന്ന ഒരു ആവശ്യമായിരുന്നു. ആ ആവശ്യത്തിനനുസരിച്ച് നിലവിലുള്ള അധികാരം ഉപയോഗിച്ച് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഉള്ള അധികാരം മജിസ്ട്രേറ്റുമാരായി കണക്കാക്കിക്കൊണ്ട് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരായി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും പഞ്ചായത്ത് സെക്രട്ടറിയെയും കണക്കാക്കി ആ അധികാരം അവർക്ക് കൊടുത്തുകൊണ്ട് വെടിവെക്കാൻ അധികാരം കൊടുത്തു. അപ്പോഴെന്താ വന്നത്? ഇതിനു വേണ്ടി വെടിവെക്കാൻ വേണ്ടി കൊടുക്കുന്ന ഓണററിയം കുറഞ്ഞുപോയി. അത് 3000-ആയി വർദ്ധിപ്പിച്ചു. ഡെഡ് ബോഡി സംസ്കരിക്കുന്നതിനുള്ള പണം വളരെ കുറവാണ്. അത് 2000-ആക്കി വർദ്ധിപ്പിച്ചു. ഈ പഞ്ചായത്തിൽ ഉൾപ്പെടെ നമ്മൾ ഇപ്പം നിലമ്പൂർ മേഖലയിൽ മാത്രമല്ല, വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരും ജനകീയ സഹകരണത്തോടുകൂടി ഒരു ഡ്രൈവ് നടക്കുന്നുണ്ട്. ആ ഡ്രൈവിൻ്റെ ഭാഗമായി നിലമ്പൂർ മേഖലയിൽ മാത്രം 42 പന്നികളെ കൂടി ഒഴിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ ശുഷ്കാന്തി കാണിച്ചിരുന്നു എങ്കിൽ ഇത് ലഘൂകരിക്കാൻ കഴിയായിരുന്നു എന്നുള്ളതാണ്. ഡ്രൈവ് നടത്തി